ഫിൽജാൻ തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിലോട്ട് വന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ റബ്ബറിൻ്റെ ചിരട്ടകളെല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. വെട്ട് നിർത്തിയായിരുന്നു ഞങ്ങൾ ഏപ്രിൽ ഫസ്റ്റ് തന്നെ വെട്ട് നിർത്തി. കാരണം തൈ റബ്ബർ ആയതുകൊണ്ട് വേനലായപ്പോൾ നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ റബ്ബർ കോട്ടൊക്കെ തേച്ച് നിർത്തിയേക്കുവാണ്. ചിരട്ട എടുത്ത് വെക്കാൻ കാരണം മഴയാകുമ്പോഴത്തേനും അതിനകത്ത് വെള്ളമെല്ലാം കെട്ടി കൊതുകെല്ലാം വളർന്ന് ആ പരിസരവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് ചിരട്ടയൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുമുണ്ട്, എല്ലാം എടുത്ത് വെക്കണം. എല്ലാം എവിടേക്കോ കിടക്കുന്നത് ഇപ്പം തന്നെ. ചില്ല് വേറെ, ചിരട്ട വേറെ, കമ്പി വേറെ, എല്ലാം കിടക്കുന്നത്. ചില്ലൊന്നും എടുത്ത് വെച്ചില്ല, നമ്മൾ ചിരട്ട മാത്രം എടുത്ത് വെച്ചു. ബാക്കിയെല്ലാം അവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അപ്പുറത്ത് ചേച്ചി ഒന്ന് ഫിൽജാനോട് ആരോ സ്ഥലത്തിൻ്റെ അതിരുമാന്തി എന്നൊക്കെ പറയാണ്. ഫിൽജാൻ പറഞ്ഞാൽ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു പോന്നു. ഈ കഴിഞ്ഞ കാറ്റിനും ഒരു മരം പടർന്നു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തത്തോടെ അങ്ങ് വീണ് കിടക്കുകയാണ്. പിന്നെ ചിരട്ടയെല്ലാം പെരുക്കി ഞങ്ങൾ മോട്ടോറിൽ വെച്ചു. ഞങ്ങൾക്കൊന്ന് താഴോട്ടും കൂടെ പോകണം കേട്ടോ. ഈ റബ്ബറിനകത്ത് കുറേ പേരുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ച് പേരക്കൊക്കെ കിട്ടി. പക്ഷെ മറ്റേ താഴത്തെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മൂടി വെച്ച കൈതച്ചൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതും പറിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ താഴെ എത്തി കേട്ടോ. കറക്റ്റ് ഫിൽജാന് വേണ്ടിയിട്ട് പേരയ്ക്ക അവിടെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള പേരയ്ക്കാണ് കേട്ടോ. നിറച്ചും പേരയ്ക്ക അതിനകത്ത് ചെറിയ ചെറിയ പേരക്കൾ ഉണ്ടായിട്ടുണ്ട്. 2 പേരുണ്ട് അവിടെ കേട്ടോ. അതുപോലത്തെ ഫിൽജാൻ കുറച്ച് കമ്പെടുത്ത് തട്ടി പറിക്കുകയും ചെയ്തു. പിന്നെ ഒരു പൂവൻകൊല ഉണ്ടായിരുന്നു കൊത്താൻ കേട്ടോ. അപ്പോൾ അത് ഫിൽജാൻ പോകുന്നതിന് മുമ്പ് കൊത്തുവാണെങ്കിൽ കുറച്ച് ഫിൽജാനെ കൊണ്ടുപോകുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൊത്തിയെടുത്തു. അല്ല പിന്നെ ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടായി. പിന്നെ അത് പഴുത്തട്ട് പോയി വാവലൊക്കെ തിന്ന് പോകും. അതുകൊണ്ട് ആ കൊലയും കൂടെ കൊത്തിയിട്ട് ഞങ്ങളിങ്ങ് പോരുവാണ് കേട്ടോ. ഇനി മുകളിലോട്ട് കാരണം വണ്ടി മുകളിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.